ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർച്ച് 27 നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസം അർഹിക്കുന്ന എല്ലാ വോളറ്റിലിറ്റിയും നിഫ്റ്റിയിൽ നിന്നുണ്ടായിരുന്നു. നിഫ്റ്റി 23,500 ഓപ്പൺ ചെയ്തു. 100 പോയിന്റ് ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് ഇടിഞ്ഞ് 23,400. പിന്നെ ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 200 പോയിന്റ് മറികടന്ന് 23,600. ഒരു സമയം അത് 23,650 വരെ നിഫ്റ്റി പോയിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ നിന്ന് ഒരു പ്രധാന സ്റ്റേറ്റ്മെന്റ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ വെനിസ്വേല രാജ്യത്തിൽ നിന്ന് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൽ മേൽ അദ്ദേഹം ഒരു താരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ പുതിയതായിട്ട് അമേരിക്കയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് പുതിയ താരിഫ് ഹൈക്ക് 25% താരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ചു. ഇത് ഈവൻ US-ലുള്ള ഫോർഡ് അല്ലെങ്കിൽ US-ലുള്ള ജനറൽ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളും ഇതിനെ നെഗറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. കാരണം ഇത്തരം കമ്പനീസ് മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ അസംബ്ലീസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചത് യൂറോപ്യൻ മാർക്കറ്റിനെയാണ്. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റ് റെഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും റെഡാണ്. ഇനിയിപ്പോൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടൊയോട്ട, ഹോണ്ട എന്നീ കമ്പനികളുടെ എല്ലാം തന്നെ വരുന്ന ജപ്പാൻ മാർക്കറ്റ് ഏറ്റവും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഇത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് 5.5% ഇടിവ് രേഖപ്പെടുത്തി, മാരുതിയും ഇടിവ് രേഖപ്പെടുത്തി. എന്നാലും ഇന്നത്തെ PSU ബാങ്ക്സിന്റെ കാനറ ബാങ്കും SBI ബാങ്കും ഉൾപ്പെടെയുള്ള PSC കമ്പനീസ് ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് കൊണ്ട് മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു കഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 7 ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വിന്നിങ് സ്ട്രീക്ക് ഇന്നലെ കട്ടായി. ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് വീണ്ടും ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് തന്നെ പോയത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഓട്ടോ സെക്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബജാജ് ഓട്ടോയും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. സമ്പദന, മദേഴ്സൺ തുടങ്ങിയ കമ്പനീസും, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനീസും ഈ ഒരു താരിഫ് ഹൈക്കിൽ വീണു. സോണ, BLV ഉൾപ്പെടെ കമ്പനീസ്. ബജാജ് ട്വിൻസ് ഇന്ന് പോസിറ്റീവായിരുന്നു, ബൈങ് കണ്ടു. കൂടാതെ തന്നെ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവായിരുന്നു. അദാനി എനർജിയും അദാനി ഗ്രീനും ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിരുന്നു. അതായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൊമാറ്റോവും ജിയോ ഫിനാൻസും നിഫ്റ്റി 50 ഇൻക്ലൂഷൻ വരുന്നത് കൊണ്ട്, ഈവൻ സെപ്റ്റോയുടെ എല്ലാം തന്നെ IPO വരുന്നത് കൊണ്ട് സൊമാറ്റോ സിറ്റിയുടെ എല്ലാം തന്നെ 16,000 കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയി പോയി. അഗെയിൻ സൊമാറ്റോനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് കാരണം ഇന്ന് സൊമാറ്റോ ഫോൾ ആവാതെ നിന്നു. പക്ഷെ സ്റ്റിൽ സെപ്റ്റോ ഈ ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് ഇടം പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ബ്രിട്ടാനിയയും BPCLും തുടങ്ങിയ കമ്പനീസും നിഫ്റ്റിയുടെ നിഫ്റ്റിയിൽ നിന്ന് പുറത്തു പോവുകയാണ് ബ്രിട്ടാനിയയും BPCLും. പക്ഷെ അതെല്ലാം തന്നെ ഓൾറെഡി തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റുപ്പീസും ഇന്ന് ഡോളറിനെതിരെ സെറ്റിലായിരിക്കുന്നത് 85.97 റുപ്പീസാണ് ഡോളറിനെതിരെ. ഇന്ന് NSEയിൽ പൊതുവെ പോസിറ്റീവായിരുന്നു. 1330 കമ്പനീസ് നിഫ്റ്റി 50-യിലല്ല, NSEയിലുള്ള 1330 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 1164 കമ്പനീസ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ സൂചിപ്പിച്ചവർ തന്നെ ജനറൽ മോട്ടോഴ്സും ഫോർഡ് ഉൾപ്പെടെയുള്ള കമ്പനീസ് നെഗറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ US-ൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്കൊന്ന് നോക്കാം. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ് ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നെഗറ്റീവാണ്. ഇനി ഏഷ്യൻ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഏഷ്യൻ സൈഡിലുള്ള നിക്കി ജപ്പാൻ മാർക്കറ്റും കോസ്പി കൊറിയയും നെഗറ്റീവാണ്. ചൈന മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയയും റെഡിലാണ്. ഗോൾഡ് $35 ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്ത് $3054 പെർ ഔൺസ് എന്ന നിലയിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് ബ്രന്റ് ഓയിൽ $72 പെർ ബാരലും ബിറ്റ്കോയിൻ 86,000 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡാണ് താരം. വീണ്ടും ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 3000 എന്ന് പറയുന്ന റേഞ്ച് എത്തിയിട്ടും ഫർദർ ആയിട്ടുള്ള റാലിക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപിന്റെ ഒരു താരിഫ് ഹൈക്കും എല്ലാം തന്നെ ഈ ഒരു ഗോൾഡിന്റെ ഒരു പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് ഒരു റീസൺ ആണ്. ഇനി നേരെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം സെൻടെക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. സെൻടെക് കമ്പനി 152 കോടി രൂപയുടെ ഒരു ഓർഡർ ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ന്യൂസ് സെൻടെക് കമ്പനീനെ സംബന്ധിച്ചിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി അവരിന്ന് BSNLന്റെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. 2631 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് ഉണ്ട്. ഭാരത് ഫോർജ് കമ്പനി അവർ സ്പെയിനിലുള്ള ഒരു ഡിഫൻസ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തു.
എന്നുള്ളൊരു ന്യൂസ് ഭാരത് ഫോർജിനെ സംബന്ധിച്ചുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും HPCL, BPCL, IOC തുടങ്ങിയ ഓയിൽ കമ്പനീസിന് ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. വെൽസ്പൺ എൻ്റർപ്രൈസസ് കമ്പനി അവർക്ക് 79 കോടി രൂപയുടെ ഓർഡർ വഡോദര മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. അശോക് ലൈലാൻഡ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്തു, പണയം വെച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഏകദേശം 6000 കോടി രൂപ പുറത്തു വരുന്ന സ്റ്റോക്കാണ് പണയം വെച്ചിട്ടുള്ളത്, പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്. അത് 3%, അത് കാരണം സ്റ്റോക്ക് ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ് കമ്പനി അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 4 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ 3-നാണ്. ഇനി പ്രധാനമായിട്ടും സിസ്ലോൺ കമ്പനിയുടെ CEO എല്ലാം തന്നെ പറയുന്നത് ഇവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി 8 ജിഗാവാട്ട് ആനുവൽ വിൻഡ് ഇൻസ്റ്റാളേഷൻ കപ്പാസിറ്റി കമ്പനി വളരെ അടുത്ത് തന്നെ കൈവരിക്കുമെന്ന് കമ്പനിയുടെ CEO പറഞ്ഞു. HAL കമ്പനി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി, JP മോർഗൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ HALനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി TVS മോട്ടേഴ്സ് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള എപ്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ TVS മോട്ടേഴ്സ് 30% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. മഹേന്ദ്ര EPC ഇറിഗേഷൻ കമ്പനി 13 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഡിക്സൺ ടെക് കമ്പനി അവർ സിഗ്നിഫ്റ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അദാനി പവർ ബംഗ്ലാദേശിന് അദാനി പവറാണ് ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ടെക്സ്റ്റൈൽ മേഖലയെല്ലാം തന്നെ അടഞ്ഞു കിടന്ന ഒരു സമയത്ത് ഈ ഒരു പവറിൻ്റെ എല്ലാം തന്നെ പേയ്മെൻറ്റ് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അദാനി പവർ കട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശിലേക്ക്. ഇപ്പോൾ ബംഗ്ലാദേശ് ഈ എമൗണ്ട് എല്ലാം തന്നെ റീപേയ്മെൻറ്റ് നടത്തി അദാനി പവർ ഇവരുടെ സർവീസ് എല്ലാം തന്നെ പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ് അദാനി പവറിനെ സംബന്ധിച്ച് ഉണ്ട്. ഇനി തോമസ് കുക്ക് എന്ന് പറയുന്ന ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ് തോമസ് കുക്ക്. അവർ ഇവരുടെ ദീർഘകാല ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള SOTS ആയിട്ട് ഇവരുടെ നിലവിലുള്ള പാർട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. കോഫോർജ് കമ്പനി മൈക്രോസോഫ്റ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. നാളെ രാവിലെ 7:00 എത്താം. താങ്ക് യു. ബൈ.